ഓണം മൂടൊക്കെ ഓണായിരിക്കുകയല്ലേ, അപ്പൊ നമുക്ക് ഹെൽത്ത് മൂഡ് ഒന്ന് ഓണാക്കിയാലോ? ഓണസദ്യ ഇൻ ഫുൾ ടേസ്റ്റ്, ഫുൾ ഹെൽത്ത് ആൻഡ് സീറോ ഗിൽറ്റ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പോർഷൻ കൺട്രോൾ അല്ലെങ്കിൽ പ്ലേറ്റ് ബാലൻസ് ആണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മുടെ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ വാഴയിലയുടെ പകുതിയോളം വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മുടെ അവിയൽ, തോരൻ, ഓലൻ, പച്ചടി, കിച്ചടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇവ ഫൈബർ ആൻഡ് ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഹെവി ഐറ്റത്തിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ക്വാർട്ടർ പ്ലേറ്റ് കാർബ്സ്, അതായത് ചോറാണല്ലോ നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. അതിന് ഒത്തിരി എടുക്കാതെ സ്മോൾ സെർവിങ്സ് അല്ലെങ്കിൽ കുറച്ച് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മട്ട അരി ഉപയോഗിക്കുന്നത് നല്ലതാണ്, കാരണം അത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ഡൈജഷനെ അത് ഇംപ്രൂവ് ചെയ്യുന്നു. അടുത്തത് ക്വാർട്ടർ പ്ലേറ്റ് പ്രോട്ടീൻസ് ആൻഡ് എക്സ്ട്രാസ്. ഇതിനായിട്ട് നമ്മുടെ പരിപ്പ്, സാമ്പാർ, രസം, തൈര്, പിന്നെ കുറച്ചളവിൽ പപ്പടം, അച്ചാറ്, പിന്നെ പായസമൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് പ്രോട്ടീനും പ്രോബയോട്ടിക്സും പിന്നെ ഫ്ലേവറും ഒക്കെ മോഡറേറ്റ് അളവിൽ കിട്ടുന്നു. അടുത്തത് 1 ഡെസേർട്ട് റൂൾ. ഇതിനായിട്ട് എല്ലാ വെറൈറ്റി പായസവും കഴിക്കാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി പായസം മാത്രം കഴിക്കുക, ഇല്ലെങ്കിൽ എല്ലാ വെറൈറ്റിന്നും ഓരോ സ്പൂൺ പായസം മാത്രം കഴിക്കുക. അടുത്തതായിട്ട് നല്ലോണം വെള്ളം കുടിക്കുക. അതായത് സദ്യക്ക് ശേഷം ഇളം ചൂട് ജീരക വെള്ളമോ അല്ലെങ്കിൽ സംഭാരമോ ഒക്കെ നല്ലോണം കുടിക്കുന്നത് നമ്മുടെ ഡൈജഷൻ വർദ്ധിക്കാനും അതുപോലെ തന്നെ സദ്യക്ക് ശേഷമുള്ള വയറ് പെരുക്കമൊക്കെ അവോയ്ഡ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ സദ്യക്ക് ശേഷം നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാതെ കുറച്ചൊത്ത് നടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവസാനമായി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ആഘോഷമായി മാറ്റാൻ ശ്രദ്ധിക്കുക. ഇനി സദ്യ വർഷത്തിൽ ഒരിക്കലല്ലേ എന്ന് പറയുന്നവരോട് ഹെൽത്ത് നമുക്ക് മുഴുവർഷവും വേണ്ട ഒന്നാന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഓണപ്പൂക്കളം പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണം എല്ലാവർക്കും നേരുന്നു.